നീ സീതയുടെ കാര്യത്തിൽ വലിയ അവകാശം പറഞ്ഞുകൊണ്ട് വരരുന്ന് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. സീതയെ കാണാൻ നകുലനും വനജയും വരുന്നതിൽ ബാലൻ അതൃപ്തി. നീ അസ്ത്രയിലോട്ടൊന്ന് ടോർച്ചടിച്ചേ. ഉറക്കത്തിൽ അമ്മയുടെ വിളി കേട്ട് എഴുന്നേൽക്കുന്ന കുട്ടിമണിയെ ബോധം കെട്ട നിലയിൽ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ കണ്ടെത്തുന്നു. അല്ല മതി, എവിടെ പോവാന്ന് പറഞ്ഞിട്ട് രവിയോട് പറയാതെ മതികല പുറത്തേക്ക് പോകുന്നത് രവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വണ്ടി എടുക്കണം. നന്നായി. ഞാൻ പറയുന്നത് പോലെ ചെയ്ത നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ പ്രതിഫലം ഞാൻ തരും. ഒന്നുകൊണ്ടും പേടിക്കണ്ട മാഡം, ഞാൻ ഏറ്റത്. കുട്ടിമണിയുടെ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഗീവർഗീസിന്റെ സഹായം മതികല ആവശ്യപ്പെടുന്നു. നിന്നോട് ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയപ്പോ ചോദിച്ചായിരുന്നോടി എങ്ങോട്ടാണെന്നോ ചോദിച്ചോന്നു. തിരികെ വയലൂരം വീട്ടിലെത്തുന്ന മതികലയെ രവി വഴക്ക് പറയുന്നു. മതികല ഉദ്ദേശിച്ചത് നടക്കും. തൽക്കാലം കുട്ടിമണിയുടെ കുഞ്ഞിനെ കൊല്ലുന്നില്ല എന്ന് മതികല. കുഞ്ഞിനെ കൊല്ലുന്നില്ല. കൊല്ലുന്നില്ലേ? ഇല്ല. പിന്നെ വളർത്താനോ? അതെ, വളർത്താൻ. പക്ഷെ ആര് വളർത്തണം, എവിടെ വളർത്തണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. മതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ മനസ്സിലാക്കണ്ടടാ. 2 കുഞ്ഞുങ്ങളും ഒരേ ദിവസമാണ് പിറക്കുന്നതെങ്കിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ആരും കളിച്ചിട്ടില്ലാത്ത ഒരു കളിയും മതികല കളിക്കും. പിന്നെ ഒന്നും അറിയാത്തതുപോലെ മാറി നിന്ന് ചിരിക്കും. മതി. നിനക്കറിയത്തില്ലടാ മതികലെ ശരിക്കും. ഗീവർഗീസിനെ നീ സ്റ്റേണായിട്ട് മുമ്പിൽ നിർത്തി തന്നാ മതി. സുവർണയും കൂടെ നിൽക്കും. പിന്നെ കണ്ടോ, ശത്രുക്കളെ ഒറ്റയടിക്ക് പൊട്ടിച്ചിതറിച്ച് കളയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇഞ്ചിഞ്ചായി ഉമിത്തിയിൽ നീറ്റിയെടുക്കുന്നതാണ്. എന്നാലും എന്റെ വനജാമേ, സീത ഇവിടെ കൊണ്ടൊന്ന് നിർത്തിയില്ല എന്ന് പറഞ്ഞാല് നാട്ടുനടപ്പനുസരിച്ച് ഇവിടെ ഒന്ന് നിൽക്കേണ്ടതല്ലേ? നാട്ടുനടപ്പൊക്കെ പണ്ടല്ലേ. ഇപ്പൊ അവൾ അവിടെ നിൽക്കുന്നതല്ലേ ബാലനിഷ്ടം. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു, വിളിക്കാനുള്ളത് വിളിച്ചു. എന്നാലും ബാലൻ ഇത്ര കടുംപിടുത്തം പിടിക്കുന്ന എന്തിനാ വനജാമേ? പണ്ടത്തെ കൂട്ട് വല്ല പ്രശ്നമുണ്ടോ? അതറിഞ്ഞിട്ട് അയൽക്കൂട്ടം കൂടുമ്പോ ചെന്നിരുന്ന് പറയാനല്ലേ. അയ്യോ, സീതയുടെ വീട്ടിൽ പ്രശ്നമാണ്, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയാനല്ലേ. ഓ ചുമ്മാതിരി വനജാമേ, ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ആളാണോ? കാര്യം അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. പിന്നെ തീയതി ഇഞ്ഞടുത്തില്ലേ? പ്രസവ തീയതിയല്ലോ ഡോക്ടർ പറഞ്ഞോ? ഈ മാസം അഡ്മിറ്റ് ചെയ്യണോന്നാ പറഞ്ഞേ. എനിക്കാണെങ്കി ഓർക്കുമ്പോ നെഞ്ചി തീയ. അതെന്തിനാ? സീതയല്ലേ പ്രസവിക്കുന്നത്? ഓ, മുത്തശ്ശിയാകാൻ പോകുന്നതിന്റെ അങ്കലാപ്പായിരിക്കും അല്ലേ? ഇനി എന്തെല്ലാം ചെലവ് കിടക്കുന്നു. പ്രസവ ചെലവ്, തേച്ചുകുളി, പിന്നെ ശുശ്രൂഷ, കുഞ്ഞിന്റെ പേരിടിയില്, ചോറൂണ്. ഓ, അതൊക്കെ അങ്ങ് നടന്നു പോയിക്കോളും. അങ്ങനെ അങ്ങ് നടന്നു പോകുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെ ഞാൻ പറഞ്ഞു വന്നതിന്റെ ബാക്കി പറയാം. ഞാൻ വരുന്ന വഴിക്കേ നമ്മുടെ രമണൻ കൊച്ചേട്ടനെ കണ്ടായിരുന്നു. ഏത് രമണൻ? നമ്മുടെ പലിശക്കാരൻ രമണൻ. പുള്ളിക്കാരൻ വേണമെങ്കിൽ 10,000 10,000 ഒക്കെ സഹായിക്കും. ഒന്ന് ചോദിച്ചാ മതി. ആ വായി നോക്കിയുടെ കാര്യമാണോ നീ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് എന്റെ മോക്കൊരു കൊച്ചു ഉണ്ടാകാൻ പോകുന്നു. എന്നിട്ടും വനജാമ്മേ നിങ്ങൾക്കൊന്നുകൂടി കെട്ടിക്കൂടെയെന്നും ചോദിച്ച് എന്റെ പുറകെ നടക്കുന്നവനാ തെണ്ടി. അവനെങ്ങാനും എന്റെ മുമ്പിൽ വന്നാലേ ചൂലെടുത്ത് ആട്ടും ഞാൻ. എന്റെ വനജാമേ, അയാള് കാണുമ്പോ കുണുകുണാന്ന് സംസാരിക്കുന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പക്കാരനൊന്നും അല്ല. നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചാ മതി. അയാള് പൈസ തരും, പലിശയും കുറച്ചു തരും. വാസന്തി, നീ വേറെ വല്ല കാര്യവും പറയാനാണ് വന്നതെങ്കിൽ പറയേ. കാര്യം കാശിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് വെച്ച് ആവശ്യമില്ലാത്ത കോളും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ പറഞ്ഞേക്കാം. വേണ്ടെങ്കി വേണ്ട, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഓ, വല്യണ്ണം വന്നും തോന്നുന്നു. ഞാൻ പോയേക്കുവാ. കൊച്ചേട്ടൻ എന്നെ കാണുന്നതേ കലിയ. ആഹാ, ആകാശവാണി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പുതിയ വാർത്തകള്? ഒന്നുമില്ല കൊച്ചേട്ടാ, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. ഇവളെന്തിനാ ഇവിടെ കയറ്റിയത്? ലോകം മുഴുവൻ കഥയും പറഞ്ഞോണ്ട് നടക്കുന്നവളാ. പണ്ട് പാണന്മാർ ചെയ്തോണ്ടിരുന്ന പണിയാ ഇപ്പൊ ഇവക്ക്. വീട്ടിലോട്ട് വന്ന് കേറിയതല്ലേ വല്യണ്ണ, ഇറക്കി വിടാൻ പറ്റുമോ? അവള് പറയുവാ പലിശക്കാരെ രമണം വേണേ സഹായിക്കുമെന്ന്. ഏത്? നിന്നെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞോണ്ട് നടന്നവനാ? അത് കൊള്ളാമല്ല. അവനെങ്ങാനും എന്റെ മുന്നിൽ വന്നാൽ അടിച്ച് ഞാൻ താഴെ ഇടും. പല പ്രാവശ്യം എന്റെ നിന്ന് തല്ലു മേടിച്ചിട്ടുള്ളവനാ. വായി നോക്കി അവനിങ്ങോട്ട് സഹായിക്കാൻ വന്നിരിക്കുന്നു. നമുക്കിത്തിരി കാശിന്റെ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാമടി. അതുകൊണ്ട് അവസരങ്ങൾ മുതലെടുക്കാൻ നോക്കുക. 5-8 വാഴക്കുലകളുണ്ടായിരുന്നു, അതങ്ങ് വിറ്റു.
നിന്റെ കയ്യിലിരിക്കട്ടെ. 1200 1300 കാണും. വല്യണ്ണൻ വീട്ടിൽ കൊടുത്താ മതി. നാത്തൂനറിഞ്ഞാ പിന്നെ അത് പ്രശ്നമാവും. ശകുന്തള എന്റെ ഭാര്യയില്ലേ, അവള് പ്രശ്നമുണ്ടാക്കിയാൽ വേറെ ഏതെങ്കിലും ദുഷന്തന്റെ കൂടെ അങ്ങ് പോവും. അല്ല പിന്നെ ദാ ഇത് പിടിച്ചേ, ഇതുകൂടെ അകത്തോട്ട് വെച്ചു. ഓ, ഇതെന്തൊരു ചൂടാണോ. ദാ വല്യണ്ണ മോരുമെള്ളം. ആ, ഭയങ്കര പരവേശം. എന്താണെന്ന് അറിയത്തില്ല, ഷുഗർ അങ്ങ് കയറിക്കാണും. ഗുളികയും കഴിക്കത്തില്ല, പോരാത്തതിന് നിലം തൊടാതെയുള്ള ഓട്ടോ. നിന്റെ വക ക്രോസ് വിസ്താരവും ഉപദേശമൊന്നും വേണ്ട. നീ ഞാവലിന്റെ പട്ട എവിടെ ഇരിപ്പുണ്ടെങ്കിൽ അത് ചതച്ചിട്ടിട്ട് വെള്ളം ഇങ്ങ് തന്നെ, അത് കുടിച്ചിട്ട് വരാന്തയിലോട്ടൊന്ന് കിടക്കണം. അപ്പൊ ഏത് അസുഖവും മാറും. വല്യണ്ണ ആശുപത്രി പോ വല്യണ്ണ. ഇൻസുലിൻ എടുക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കുൻസിലിൻ, ഞാൻ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു സൂചിമനയും കൊണ്ട് നടക്കാനോ? പള്ളയ്ക്കും തോളിലും തുടയിലോട്ട് കുത്താൻ എനിക്ക് വയ്യ. എടി, ദൈവം ഒരു വര വരച്ചിട്ടുണ്ട്, ആ വര വരെ അങ്ങ് പോകും, അത്ര തന്നെ. ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി സീത കൊച്ചിന്റെ കുഞ്ഞിനെ കൂടെ ഒന്ന് കാണണം, അതിനെ ഒന്ന് തൂളിക്കൊണ്ട് നടക്കണം. അതിൽ കൂടുതലൊന്നുമില്ല. നീ അത് തിളപ്പിച്ച് ഞാൻ ഈ മോര് വെള്ളമൊന്ന് കുടിച്ച് പരവേശം ഒന്ന് അടക്കട്ടെ. ആ എടീ, ആ എന്താ വല്യണ്ണ? ഉണക്കമീനുണ്ടെങ്കിൽ പീര വയ്ക്കണേ. എന്തോ എല്ലാത്തിനോടും വല്ലാത്തൊരു കൊതി. ഇനി തട്ടിപ്പോകാനാണോ എന്തോ. വല്യണ്ണന് വലിയ ആവശ്യമില്ലാതെ വരുവല്ലോ. ആവശ്യമില്ലാത്തതല്ലടി, വായിൽ വരുന്നത് അങ്ങ് പറയുന്നേ ഉള്ളൂ. അമ്മായി എന്തിയേ? ആ, എന്താ അത്യാവശ്യം? അത് അമ്മായിയോട് പറയാനുള്ള കാര്യമാണ്. അത് ഞാൻ അവരോട് പറഞ്ഞോളാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് കേട്ടോ. എടാ, ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം കുറച്ച് കാശ് വെച്ചിട്ട് നീ തന്നില്ലല്ലോ. കാശോ? ആ, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, നീ തരണം, ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു തരാമെന്ന്. അതെ, ആ. എന്താന്ന് വെച്ചാലേ എന്റെ 1.5 കോടി രൂപയാ ബാങ്കിൽ കിടന്നത്. ഓ, ഞാനത് എടുക്കാൻ ചെന്നപ്പോ വേറൊരാള് ഒരു 10 കോടി രൂപ അതിന്റെ മോളിൽ കൊണ്ടിട്ടു. അപ്പോ ആ 10 കോടിയുടെ അടിയിലായിപ്പോയില്ല എന്റെ 1.5 കോടി. അതുകൊണ്ടാ എനിക്ക് കാശ് എടുക്കാനും തരാനും പറ്റാത്തത് കേട്ടോ. എടാ, നീ വലിയ പരിഹാസമൊന്നും വിളമ്പണ്ട. കോടി പോലും കോടി, ആകപ്പാടെ ഉടുത്തിരിക്കുന്നൊരു കോടിയുണ്ട് ഇപ്പം. അതുകൊണ്ടാ നിന്നോട് ഞാൻ ചോദിച്ചത്. അതിന് എന്റെ എവിടുന്നാ കാശ്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തിനാ ഇത്രയും കാശ്? 3000 രൂപയും കൊണ്ടെന്താ തായ്ലൻഡ് കാണാൻ പോകുന്നു? എടാ, എനിക്ക് പല പല ആവശ്യങ്ങളുണ്ട്. കള്ള് ഷാപ്പിലെ പറ്റ് തീർക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വഴിയിൽ വെച്ച് സുരേന്ദ്രനെ കണ്ടായിരുന്നു. 1 മാസം കള്ളു കുടിച്ചതിന്റെയും കപ്പയും മീനും കഴിച്ചതിന്റെയും എല്ലാം കൂടി ചേർത്ത് 1080 രൂപ. ഇതെങ്ങോട്ടായി പോക്ക്? അതിപ്പോ ഒരു ദാഹശമനിയല്ലേ. നമ്മളിങ്ങനെ നടന്ന് തളർന്ന് വീർത്ത് കുളിച്ചു വരുമ്പോ 1-2 കൂടം കള്ളു കുടിക്കുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. നടന്ന് വിയർക്കുന്നതിന് പകരമേ പറമ്പിലോട്ട് ഇറങ്ങി അധ്വാനിച്ച് വിയർക്കണം. അത് നീ പറയരുത്. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ അധ്വാനിക്കുകയും വേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് വാഴക്കൊല വിറ്റിട്ട് വന്നിരിക്കുക. എന്നിട്ട് ആ കാശ് ഏത് ഷാപ്പിൽ കൊടുത്തു? ഷാപ്പിലും കോപ്പിലും ഒന്നും കൊടുത്തില്ല, അത് ഞാൻ പെങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഓ, കൊച്ചിന്റെ കാര്യം എങ്കിൽ വരികയല്ലേ, അതിന് പൈസ വേണ്ടേ? ആ ബോധം നിങ്ങൾക്കുണ്ടല്ലോ, നന്നായി. അതിന്റെ ഉത്തരവാദിത്തമേ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് എനിക്കുണ്ട്. സീതയുടെ കാര്യത്തിന് 10 പൈസ ഉണ്ടാക്കണം. അതിനു വേണ്ടിയാ ഞാനും ഈ ഓടി നടക്കുന്നത്. ആ നകുല, ആ അമ്മായി, ഞാൻ ഓർക്കുമായിരുന്നു വല്യണ്ണൻ ഇത് ആരോടാ ഈ വർത്താനം പറയുന്നതെന്ന്. എന്നോടല്ലാതെ പിന്നെ ആരോടാ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങേർക്ക് ധൈര്യമുള്ളത്? എടാ, പൂക്കൊടി രാഘവന്റെ ധൈര്യത്തെക്കുറിച്ചൊന്നും നീ പറയണ്ട. സ്ഥല SI-യോടും പോലീസിനോടും മുഖത്തോട് മുഖം നോക്കി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കൂമ്പിനിട്ട് ഇടിയും മേടിച്ചിട്ടുണ്ട്, അതും എനിക്കറിയാം. അമ്മായി, എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്ക, ഭയങ്കര ദാഹം. എനിക്കിപ്പോ എടുത്ത മോരും വെള്ളം കാണും, അതിന്റെ മിച്ചം ഇവന് കൊടുത്തേരെ. എനിക്ക് നിങ്ങളുടെ മിച്ചമൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് അമ്മായി എടുത്ത് തന്നോളും. എനിക്ക് മോരൊന്നും വേണ്ട അമ്മായി, പച്ചവെള്ളം തന്നാ മതി. അമ്മായി, ഇന്നാ ഞാൻ കുറച്ചു ദിവസമായിട്ട് ഒരു കാര്യം പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കായിരുന്നു. എന്താ? അല്ല, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല, നമ്മുടെ വണ്ടിപ്പരയിലെ ചില കൂട്ടുകാരിങ്ങനെ പറഞ്ഞേ, അതുകൊണ്ട് ചോദിക്കുന്നതാ. എന്നതാ കാര്യം? അതിപ്പോ കേൾക്കുമ്പോ അമ്മായിക്ക് ടെൻഷനും പേടിയും ഉണ്ടാവത്തില്ലേ? അതുകൊണ്ടാ ഒരു കാര്യവും പറയാൻ പറ്റാത്തത്. അതെന്താണ് എനിക്ക് പേടിയുണ്ടാക്കുന്ന കാര്യം? ആരുടെ കാര്യമാ? എന്തിനാടാ നീ അവളെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഓ, ഇതവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോ?
പിന്നെ അമ്മായി, വണ്ടിപ്പെരയിലെ ചില കൂട്ടുകാർ ചോദിക്കുക സീതയെ വയലോരം വീട്ടിൽ നിർത്തണമെന്ന്. അതിപ്പം നമ്മൾക്ക് ആർക്കെങ്കിലും അവളെ അവിടെ നിർത്തണം താല്പര്യം ഉണ്ടായിട്ടാണോ? ബാലൻ വിടാത്തതല്ലേ? അതെ, സീത ശരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെയാ ബാലന്റെ ആയുസിന് നല്ലത്. ആയുസും ജോത്സ്യൊക്കെ വിട്, ഇത് വേറൊരു കാര്യമാ. അതെന്താ വേറൊരു കാര്യം? സീതയെ അവിടെ നിർത്താതിരിക്കുന്നതാ നല്ലെന്നാ അവരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വയലോരം വീട് അത്ര നല്ലതല്ലെന്നാ. നകുല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മായി, 2 പടുമരണം നടന്ന വീടല്ലേ. ഒരാള് കിണറ്റി വീണ് മരിച്ചു, മറ്റൊരാളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അങ്ങനത്തെ ഒരു വീട്ടില് ഈ ഒരു അവസ്ഥയിൽ സീത നിൽക്കാന്നൊക്കെ പറഞ്ഞാ ഉണ്ടാവുന്ന കുഞ്ഞിനു കൂടി ദോഷമാവുന്ന ഓരോരുത്തരൊക്കെ പറയുന്നതേ. നിനക്ക് ഇതിലൊക്കെ വിശ്വാസമായി തുടങ്ങിയോ? പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യം വരുമ്പോ വിശ്വസിച്ചല്ലേ പറ്റൂ. എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ല? എനിക്ക് വിശ്വാസമുണ്ടടാ, എനിക്ക് പരമവിശ്വാസമാ. ഞാനിത് പലതവണ പറയണമെന്ന് ഓർത്തതാ. പടുമരണം നടന്ന വീട്ടില് ഓരെങ്കിൽ ശാരദാമ്മയ്ക്ക് സീതയെന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഈ മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾക്കൊരു കുഴപ്പമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവരെ കൂടെ ഒപ്പം കൊണ്ടുപോകും. അവർക്കൊരു കൂട്ടുവേണ്ടേ? അയ്യോ വല്യണ്ണ, ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് പേടിയാവുന്നു. എടി, യവൻ ബോധമില്ലാത്തവനാണെങ്കിലും ചട്ടം പിത്തരം നടത്തുന്ന ഇവന്റെ കൂട്ടുകാർ പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സീതയെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. കുഞ്ഞിന് 56 ദിവസം ആകുന്നവർ ഇവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ 56 കഴിഞ്ഞല്ലേ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വിടത്തുള്ളൂ. നാട്ടു നടപ്പ് നോക്കണ്ടേ? നാട്ടു നടപ്പ് നടത്താൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ വല്യണ്ണ? ബാലൻ സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. ബാലേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണം. സീതയെ നമ്മൾ തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അങ്ങേരുടെ പിടിവാശി കാരണം സീതയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? രമായി, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു. എനിക്കൊട്ടും ഇഷ്ടമല്ല സീത അവിടെ നിൽക്കുന്നത്. ഒന്നാമത് അവിടുത്തെ പിശാച് പെണ്ണ് മതികല വല്ല വിഷവും കലക്കി കൊടുക്കും. അറിയാലോ അവളെ. സീത എങ്ങനെങ്കിലും വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്താൻ നോക്ക്. അതല്ലേ എല്ലാവർക്കും നല്ലത്. ബാലേട്ടന്റെ ആയുസിനും കുഴപ്പമില്ല, സീതയ്ക്കും കുഴപ്പമില്ല, നമുക്ക് ടെൻഷനും ഇല്ല. അതായിരിക്കും നല്ലത്. എത്രയായി? 60 രൂപ. എന്റെ സജിയണ്ണ ഇതിത്തിരി കൂടുതലാ കേട്ടോ. എന്നാ 50 രൂപ തന്നാ മതി. അപ്പോ ഞാൻ ഒന്നൂടെ പറഞ്ഞാൽ 40 ആകുമോ? നീ ഉള്ളത് താ. ശരി. നീ പറഞ്ഞതുപോലെ അവളെ എന്തു പറഞ്ഞു കൊണ്ടുവരും? അമ്മേ, അയ്യോ, എന്റെ കൊച്ചല്ലേ അത്, അവളിങ്ങ് വന്നോ? അത് കൊള്ളാമല്ലോ. 100 ആയിസ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദേ വന്ന് നിൽക്കുന്നു, നക്ഷത്രം പോലെ. മോളെ, ആഹാ, എപ്പോ പോന്നടി അവിടുന്ന്? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഓ, ഒന്ന് വരണോന്ന് തോന്നി. നകുലേട്ടന് നോട്ടമൊന്നുമില്ലായിരുന്നു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നോട് നീ ഒന്നും ചോദിച്ചില്ല. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. എന്താടി, എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ? ഒന്നുമില്ല അമ്മേ, ഒരു മനസമാധാനം ഇല്ലല്ലോ. നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ നിനക്ക് മനസമാധാനത്തിന് ഇത്ര കുറവ്? നീ വന്ന പാടെ അവളെ ചോദ്യങ്ങൾ ചോദിച്ച് ശ്വാസം മുട്ടിക്കാതെ അവ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. എനിക്കിപ്പോ ഒന്നും വേണ്ട. എന്താടി, എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ല നകുലേട്ട. ഒന്നുമില്ലാതെ ഇങ്ങനെ വരത്തില്ല എന്ന് എനിക്കറിയാം. നിന്റെ മുഖം കാണുമ്പോ അറിയാമല്ലോ. ഉറക്കമില്ല മാമേ, ഒരു ദിവസവും. എല്ലാ ദിവസവും ഓരോ ദുസ്വപ്നങ്ങളാ. ബാലേട്ടൻ എന്തോ പുല്ല്. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ഓർത്ത് കിടന്നിട്ടാടി. അങ്ങനെ എന്ത് സംഭവിക്കാനാ? നിങ്ങളെ രണ്ടിനും പറഞ്ഞാൽ മതിയല്ലോ. വഴിയെ പോകുന്ന ഓരോ ജോത്സ്യന്മാരെയും കണ്ടിട്ട് അവളുടെ മനസ്സിൽ പേടിയും കുത്തിവെച്ചിട്ട് നിൽക്കുക ആങ്ങളെയും പെങ്ങളും കൂടി. നകുല, ഞങ്ങൾ ഇവളുടെ മനസ്സ് മനഃപൂർവ്വം വിഷമിപ്പിക്കോ? മോനെ, ഇവളുടെ ജാതകത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യമല്ലേ? അത് പറയാതിരിക്കാൻ പറ്റുമോ? ജാതകത്തിൽ സത്യമൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും മനുഷ്യൻ ഇങ്ങനെ നീർ ജീവിക്കാന്ന് പറഞ്ഞ സത്യമാ നകുലേട്ട. എനിക്ക് പേടിച്ചിട്ട് ഒരു പിടി ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ബാലേട്ടൻ ഉറങ്ങുമ്പോ ഉണർന്ന് കാവലിരിക്കുക ഞാനിപ്പോ. ബാലേട്ടന് ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. എന്റെ പൊന്നുമോളെ, നമ്മൾ എന്ത് പരിഹാരം കാണുവടി ഇതിന്? ഒന്നുകിൽ മരണം കൊണ്ട് നിങ്ങൾ വേർപിരിയണം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പിരിഞ്ഞു ജീവിക്കണം. ഇത് രണ്ടുമാ പരിഹാരം. അതിനുവേണ്ടി ബാലനെ നമുക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ബാലനെ വേർപിരിഞ്ഞ് നിനക്ക് ജീവിക്കാൻ പറ്റുമോ?
എനിക്കതൊന്നും അറിയത്തില്ലമ്മേ, ഒന്നും അറിയത്തില്ല. എന്താ ഇതിനൊരു പരിഹാരം പെങ്ങളെ? കൊച്ചിന്റെ മാനസികാവസ്ഥ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവളുടെ പ്രസവം അടുത്ത് വരികയില്ലേ? എനിക്കറിയില്ല വല്യണ്ണ. അമ്മായി, ഇങ്ങനെ നമ്മളും കൂടെ തുടങ്ങിയാലോ? സീതയുടെ മനസ്സിന് ധൈര്യം കൊടുത്തേ തീരൂ. ഈ അവസ്ഥയിൽ അത് അത്യാവശ്യമാ. ബാലേട്ടൻ എന്തെങ്കിലും സംഭവിക്കുന്നോർത്ത് ഉരുകി ഉരുകി അവള് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെന്തെങ്കിലും വരുത്തി വെക്കും. മോനെ, നീ ഒന്ന് ചെന്ന് അവളോട് പറ. നീ പറയുമ്പോ അവക്കൊരു വിശ്വാസം വരും. ഞങ്ങളെക്കാളൊക്കെ ധൈര്യം കൊടുക്കാൻ നിനക്ക് പറ്റും. ഒന്ന് ചെല്ലടാ. ഇവളിതെവിടെ പോയി? എന്തുവാടി ഇത്? നീ മോങ്ങാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത്? ആശുപത്രി പോയതാ, ഡോക്ടറെ കാണണമായിരുന്നു. ബാലേട്ടനോട് ഒരു നുണ പറഞ്ഞു, എനിക്ക് കൂട്ടുകാരിയെ കാണണമെന്ന്. എന്നിട്ട് ബാലേട്ടൻ എവിടെ? ബാലേട്ടൻ കടയിലേക്ക് പോയി. ഞാൻ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ടും പോന്നു. എടി, സ്വന്തം വീട്ടിലോട്ട് വരുന്നതിന് നീ എന്തിനാ ബാലേട്ടനോട് കള്ളം പറയുന്നേ? നീ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയണം, അമ്മയെ കാണാൻ വരുന്നു എന്ന് പറയണം. എന്റെ പേര് പറയുമ്പോ മാത്രമല്ലേ നിന്റെ ബാലേട്ടന് കലി കയറത്തുള്ളൂ. അപ്പോ എന്റെ പേരൊഴികെ മറ്റുള്ളവരെ കാണാൻ വരണമെന്ന് പറയടി. അതൊന്നും ശരിയാവില്ല നകുലേട്ടാ. അതെന്താ ശരിയാകാത്തത്? നിന്നെ ഇവിടുന്ന് കല്യാണം കഴിച്ചു വിട്ടു എന്നല്ലാതെ നിന്നെ അവിടെ അടിമയായിട്ട് കൊടുത്തതൊന്നും അല്ല. നിനക്ക് നിന്റെ വീട്ടിൽ വരാനും നിന്റെ അമ്മയും ബന്ധുക്കളെയൊക്കെ കാണാനും ഇവിടെ 10 ദിവസം താമസിക്കാനും ഒക്കെ നിനക്ക് അവകാശമുണ്ട്. വേണമെങ്കിൽ നിന്റെ ബാലേട്ടൻ വന്ന് താമസിക്കട്ടെ. നമ്മൾ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? നമ്മൾ എന്തെങ്കിലും ബഹുമാനക്കുറവ് കാണിച്ചോ? ഇല്ലല്ലോ. അപ്പോ അങ്ങേരുടെ അനാവശ്യമായ ഈഗോ ഇങ്ങോട്ട് കേറത്തില്ലെന്ന്. ഇനി എന്റെ പേര് പറഞ്ഞാണ് സംശയമെങ്കിൽ ഞാൻ നേരിട്ട് ചെന്ന് പറഞ്ഞതല്ലേ. പിന്നെയും ഈ കടുംപിടുത്തം എന്തൊരു കഷ്ടമാ. ഓക്കെ, ബാലേട്ടൻ എന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടാ നകുലേട്ടാ. ഇഷ്ടമായിക്കോട്ടടി. ഇഷ്ടം കൊണ്ട് വീർപ്പ് മുട്ടിച്ചോട്ടെ. പക്ഷേ ശ്വാസം മുട്ടിക്കരുത്. ശ്വാസം മുട്ടിയ നമ്മൾ ചത്തുപോകത്തില്ലേ? ഇപ്പോ എനിക്കതൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല നകുലേട്ടാ. എനിക്കിപ്പോ ഒറ്റ ചിന്തയുള്ളൂ, എന്റെ ബാലേട്ടനൊന്നും സംഭവിക്കരുത്. നിന്റെ മനസ്സിൽ ഇങ്ങനെ പേടി കൊണ്ട് നടക്കാതെ സീതേ, ഒന്നും സംഭവിക്കത്തില്ല. ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആണോ മനുഷ്യന്റെ കാര്യം തീരുമാനിക്കുന്നത്? നകുലേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് ആശ്വസിക്കാനാവില്ല. ബാലേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, സത്യം. എന്റെ കൈവാക്കിലായിരിക്കുന്നത്. ഒറ്റ അടിവെച്ചെന്നുണ്ടല്ലോ നിന്റെ പല്ല് മൊത്തം തെറിച്ച് ഇവിടെ കിടക്കും. നീ സ്വയം ചാവാനാണോടി? കഷ്ടപ്പെട്ട് നിന്റെ അമ്മ നിന്നെ വളർത്തിയത്. ചാവും പോലും. നിനക്ക് എത്ര വയസ്സുള്ളപ്പോഴാ നിന്റെ അച്ഛൻ മരിച്ചത്? നിനക്ക് 5 വയസ്സുള്ളപ്പോ. അന്ന് തൊട്ട് ഒരു ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ നിന്നെ വളർത്തിയത് അമ്മായി. അവര് നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ലൊരു സാരി കൊടുത്തിട്ടില്ല. കിട്ടുന്ന പണമെല്ലാം ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ ചേർത്ത് വെച്ച് നിന്നെ പഠിപ്പിക്കാനും നിന്റെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനും കഷ്ടപ്പെട്ട അവരുടെ മുന്നിൽ നീ സ്വയം ചാവുന്നു. പിന്നെ എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കണമെന്നാണോ? നീ ചോദിച്ച ഈ ചോദ്യം അന്ന് നിന്റെ അമ്മ ചോദിച്ചിരുന്നെങ്കിലോ? അവരെന്ന് ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിലോ? അവര് ജീവിച്ചത് അവരുടെ കുഞ്ഞിനു വേണ്ടിയായിരുന്നു. അതായത് ഇപ്പൊ ഈ ഇരിക്കുന്ന നിനക്ക് വേണ്ടി. അത് ഓർക്കണം നീ. എനിക്കങ്ങനെ പറ്റത്തില്ല നകുലേട്ടാ. കാരണം ബാലേട്ടനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കള്ളങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ ആദ്യത്തെ കല്യാണം മറച്ചു വെച്ചതുപോലും ബാലേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഒരു മുറിവാണ്. എന്നിട്ടും ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു. ഇപ്പോഴോ ജാതകദോഷം പോലും മറച്ചു വെച്ചുകൊണ്ട് ആ മനുഷ്യനിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. ആ അകൽച്ച ബാലേട്ടനെ വേറൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക. നീ ഈ പറയുന്നതൊക്കെ ശരിയാ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ബാലേട്ടന്റെ നന്മയ്ക്കല്ലേ? അത് പക്ഷേ ബാലേട്ടൻ അറിയുന്നില്ലല്ലോ. അറിയേണ്ടപ്പോ ബാലേട്ടൻ അറിഞ്ഞോളും. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് അമ്മയുടെ സ്വസ്ഥത കളയരുത്.
ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആ പാവം ആദ്യം പിടിച്ച് ചത്തുപോവും. എനിക്ക് ബാലേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഒന്നുകിൽ ഞാനായിട്ട് അകന്നു മാറണം. നെഞ്ചു പൊട്ടുന്ന സങ്കടത്തിൽ ഞാനത് ചെയ്യും. കാരണം എനിക്കെന്റെ ബാലേട്ടന്റെ ജീവനാ വലുത്, എന്റെ ജീവിതമല്ല. എടി, നീ ഈ ഇടയ്ക്ക് പത്രത്തിലൊരു കാര്യം വായിച്ചില്ലേ? നമ്മുടെ മലയാളത്തിലെ മഹാകവി ONVയുടെ ജീവിതത്തെപ്പറ്റി. ONVയും ഭാര്യയും ഒരുമിച്ച് 1 വർഷം താമസിക്കത്തില്ല എന്ന് പറഞ്ഞ മഹാന്മാരാ ഇവിടത്തെ വലിയ ജ്യോത്സ്യന്മാര്. എന്നിട്ട് എത്ര പതിറ്റാണ്ട് ജീവിച്ചടി അവര്. അത്രേ ഉള്ളൂ ജ്യോത്സ്യവും ജ്യോതിഷവും എല്ലാം. അതെടുത്ത് നമ്മൾ തലയിൽ വെച്ച അത് നമ്മളെ കൊണ്ടേ പോവും. അതിനെ അതിന്റെ വഴിക്ക് വിട്ടാ അതങ്ങ് പോയി. എന്നാലും ജോത്സ്യർ ഇങ്ങനെ പറയുമ്പോ ജ്യോത്സ്യര് മണ്ണാൻ കട്ടാം. ഞാൻ വല്ലതും വിളിച്ചു പറയും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ജാതകം എടുത്തോണ്ട് അമ്മയും അമ്മാവനെയും കൂട്ടി വേറൊരു ജ്യോത്സ്യരെ കാണാൻ പോ. അയാള് പറയുമ്പോ നിനക്ക് മനസ്സിലാവുമല്ലോ. അത് ശരിയാ, ഒരാളെ കൂടി കണ്ടു നോക്കാം അല്ലേ നകുലേട്ടാ? കാണണം. എങ്കിലേ നിന്റെ മനസ്സിനൊരു ശാന്തത വരത്തുള്ളൂ. ഇപ്പൊ കാണാൻ പോകുന്ന ജ്യോത്സ്യര് പറയുവാണ് നീയും ഭർത്താവും ഒരു 100 കൊല്ലം ജീവിച്ചിരിക്കുന്നു. അപ്പൊ നീ ഏത് വിശ്വസിക്കും? പറയേ. ആദ്യം പറഞ്ഞത് വിശ്വസിക്കോ അതോ ഇയാള് പറഞ്ഞത് വിശ്വസിക്കോ? അതൊന്നും ഇല്ല നകുലേട്ടാ. എനിക്ക് ആരുടെയെങ്കിലും നാവിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ മതി ബാലേട്ടന് ഒന്നും സംഭവിക്കത്തില്ലെന്ന്. എടി, ഒന്നും സംഭവിക്കത്തില്ല. ഞാനിപ്പോ തന്നെ അമ്മായിയോടും പിതാശ്രീയോടും പറയാം നിന്നെയും കൂട്ടിക്കൊണ്ട് നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോകാൻ. അല്ലാതെ നീ ഇങ്ങനെ പക്വത ഇല്ലാതെ ചിന്തിക്കരുത്. നീ നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഞാനെല്ലാം ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഈ കാര്യം അറിഞ്ഞ് ഒന്ന് സ്വസ്ഥത കിട്ടിയാൽ മതി. സ്വസ്ഥതയൊക്കെ കിട്ടും. നീ അവരോടൊപ്പം പോ. ഞാൻ പോകും. എനിക്ക് ജോത്സ്യരിൽ നിന്ന് നേരിട്ട് കേൾക്കണം. അപ്പൊ നിനക്ക് വിശ്വാസമാവുമല്ലോ. ഉറപ്പായിട്ടും. ശരി, ഇനി നീ ജ്യോത്സ്യരെ കണ്ടിട്ട് പോയാ മതി. കുട്ടിക്കാലത്തും നകുലേട്ടൻ തന്നെ വേണമായിരുന്നു എല്ലാ കാര്യത്തിലും ആശ്വസിപ്പിക്കാനും ധൈര്യം തരാനും. നീ വളർന്നപ്പോഴും അത് തന്നെ. നീ പേടിക്കണ്ടടി. ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നകുലനും ഇപ്പൊ പ്രാർത്ഥിച്ചു തുടങ്ങി നിന്റെ ബാലേട്ടന് ഒന്നും സംഭവിക്കാതിരിക്കാൻ. പോരെ? എന്തു പറഞ്ഞു മോനെ അവള്? സമാധാനപ്പെടുത്തിയോ നീ? നമ്മളൊന്നും പറഞ്ഞ അവളുടെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല. അവൾക്കെപ്പോഴും ബാലേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ചിന്തയാ. അതവള് തുറന്നു പറഞ്ഞല്ലോ. എടാ, അതൊന്നും ഉണ്ടാവില്ലെന്ന് സമാധാനിപ്പിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്. അല്ലാതെ നോക്കിപ്പോ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങളോ ഞാനോ അമ്മായിയോ ഒന്നും പറഞ്ഞാൽ അവൾക്ക് വിശ്വാസം വരത്തില്ലെന്ന്. പിന്നെ ആര് പറയണം? ബാലേട്ടൻ എന്തോ സംഭവിക്കുമെന്ന് അന്ന് ജ്യോത്സ്യം പറഞ്ഞില്ലേ? അതുപോലെ പ്രശസ്തനായ ഒരു ജ്യോത്സ്യം പറയണം. അതവൾക്ക് കേൾക്കുകയും വേണം. അപ്പൊ അവൾക്ക് കുറച്ച് സമാധാനമാവും. അതാ ഇപ്പൊ അവള് പറയുന്നത്. അതിപ്പോ എങ്ങനെയാ? നമ്മളിപ്പോ 3 പേരെ കണ്ടില്ലേ? 3 പേര് പറഞ്ഞത് ഒന്ന് തന്നെയാ. 3 പേരെ കണ്ടല്ലോ. 4ാമത് ഒരാളെ കൂടെ കാണണം. എന്നിട്ട് അയാള് പറയുന്നത് എന്താണെന്ന് നോക്കാം. സത്യം പറഞ്ഞാ എനിക്ക് തോന്നുന്നത് വേറൊരു ജ്യോത്സ്യനെ കണ്ട സീതയുടെ ജാതകത്തിന് ഒരു ദോഷവും ഇല്ലെന്ന് പറയുന്ന. നമ്മുടെ മനസ്സിൽ സീതയുടെ ആദ്യ ഭർത്താവ് മരിച്ചത് കിടക്കുന്നുണ്ടാ നമുക്ക് ഈ പേടി. ഇനി എന്തു ചെയ്യണം? നീ അതു പറ. അമ്മായി, അവളെയും കൂട്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കാണാൻ പോ. അങ്ങനെയെങ്കിലും അവൾക്ക് സമാധാനം കിട്ടട്ടെ. ഒരു ആശ്വാസവാക്ക് കേട്ടാ മതി അവക്ക്. അല്ലടാ, നമ്മളിപ്പോ കാണുന്ന ജ്യോത്സ്യനും കുഴപ്പാണെന്നാണ് പറയുന്നതെങ്കിൽ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അപ്പ നോക്കാം. അവള് ജ്യോത്സ്യരെ കാണാതെ തിരിച്ചു പോവില്ല. അതിനു വേണ്ടി തന്നെ അവള് വന്നിരിക്കുന്നത്. ഓ, എന്തൊരു വിധിയാ ദൈവമേ ഇത്. ഒരു ദിവസമെങ്കിലും എന്റെ കൊച്ചിന് ഒരു മനസ്സമാധാനം കിട്ടാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്റെ ഈശ്വര? അമ്മായി, തൽക്കാലം അവൾക്ക് ഒരല്പ ആശ്വാസം കിട്ടുക എന്നുള്ളതാ പ്രധാനം. എനിക്ക് ഇതൊക്കെ ഓർത്തപ്പോ പേടി തോന്നുന്നു. അല്ലേ, നമുക്കാർക്ക് പേടിയില്ലെന്നാണോ? ഒരു 10 ദിവസമെങ്കിലും അവളിവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ കാര്യം പറഞ്ഞ് സമാധാനിപ്പിക്കാമായിരുന്നു. അതിനവൻ ബാലൻ സമ്മതിക്കത്തുമില്ല. ബാലനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലോ? നല്ല കാര്യമായി. നമ്മൾ പുതിയ കഥയും കെട്ടിച്ചമച്ചോണ്ട് ചെന്നാണെന്ന് പറയും ബാലേട്ടൻ. അങ്ങനെ അതൊന്നും വിശ്വസിക്കത്തില്ല. കാര്യം അയാള് പാവാ, ശുദ്ധനാ, ശാന്തനുമാ. പക്ഷേ ചില കാര്യത്തില് ഉടുമ്പ് പിടിക്കുന്നത് പോലെ പിടിച്ച പിടി വിടത്തില്ല. അവിടെ തന്നെ നിൽക്കും. അത് ശരിയാ. മർക്കടമുഷ്ടി എന്ന് കേട്ടിട്ടില്ലേ? മർക്കടമുഷ്ടി. അതാണ് ചില നേരത്ത് ബാലന്. പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വഴക്കുമാകും.
ബാലേട്ടനോടൊന്നും പറയാനും എടുക്കാനും വഴക്കിനും ഒന്നും നിൽക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. സീതയും കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജോത്സ്യനെ കാണാൻ പോ. എന്റെ മനസ്സ് പറയുന്നു ആ ജോത്സ്യൻ മനസ്സിന് വിഷമമുള്ള ഒന്നും പറയത്തില്ലെന്ന്. ഒന്നുമില്ലെങ്കിലും അവള് ഗർഭിണിയാണെന്ന് കാണുമ്പോഴെങ്കിലും അയാള് സത്യം മറച്ചുവെച്ച് ആശ്വാസവാക്ക് പറയുമല്ലോ. അത് മതി തൽക്കാല സീതയ്ക്ക്. ഏതൊരു മരുന്നിനേക്കാളും അത് ഗുണം ചെയ്യും. അല്ല, നീ പറഞ്ഞത് ശരിയാടാ. പെങ്ങളെ, നമുക്ക് കൊച്ചിനെയും കൂട്ടി ഏതെങ്കിലും ഒരു ജോത്സ്യന്റെ അടുത്ത് പോകാം. അവള് വരുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങും. എടീ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ജോത്സ്യനെ കാണാനായിട്ട്. പോയി കണ്ടിട്ട് നിന്റെ മനസ്സ് നിറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി വയലോരം വീട്ടിലേക്ക്. എന്നാ ശരി. വല്യണ്ണ, നമ്മളിപ്പോ ഏത് ജോത്സ്യരെ കാണാനാ പോകുന്നത്? ഇപ്പൊ എങ്ങോട്ടിറങ്ങിയാലും ജ്യോതിശാലയത്തിന്റെയും മെഡിക്കൽ സ്റ്റോറിന്റെയും ബോർഡല്ലേ ഉള്ളൂ. നമുക്ക് ആരെങ്കിലും ഒരാളെ കാണാം. അങ്ങനെ ആരെങ്കിലും ഒരാളെ കണ്ടാ പോരാ, നല്ല ഒരാളെ കാണാൻ പോണം. എത്ര പൈസ ആയാലും വേണ്ടില്ല, എനിക്ക് കാര്യം കൃത്യമായിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ ഒരു പത്മനാഭ പണിക്കരുണ്ട്. വീട്ടിലെന്നാ നോക്കുന്നത്. ബോർഡൊന്നും വെച്ച് കച്ചവടം നടത്തുന്ന ആളല്ല. എപ്പ ചെന്നാലും കാണാൻ പറ്റുമോ? കാരണം ഇവ കൂടി വരണ്ടേ. എപ്പ ചെന്നാലും കാണാം. നീ റെഡി ആയിക്കോ, വച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പോയേക്കാം. ഞാൻ ഇപ്പൊ റെഡിയാവാം. നീ വിഷമിക്കണ്ടടി. അവിടെ ചെല്ലുമ്പോ പണിക്കിരി നിന്റെ ഭർത്താവിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് തന്നെ പറയും, ഉറപ്പ്. മുമ്പൊരു പത്മനാഭ പണിക്കർ എഴുതിയ ജാതകമാ എന്റെ തലവരെ ഇങ്ങനെ ആക്കിയത്, അതറിയാമല്ലോ. അതയാളുടെ ജാതകത്തിന്റെയോ നാരായത്തിന്റെ കുഴപ്പമാണോ മോളെ? ഓരോരുത്തരുടെ ജന്മവിധിയാ. നീ നോക്കിക്കോ, ഇയാളെ കണ്ട് കാര്യവും കേട്ട് നിനക്ക് സമാധാനമായിട്ട് തിരിച്ചു വരാം. പെങ്ങളെ, പോയി റെഡിയാ. ഞാനൊന്ന് മേല് കഴിയട്ടെ. ഇതൊന്ന് മുത്തച്ഛൻ പൈസയുടെ കാര്യത്തിന് എന്തു പറയും? ഹലോ ഹലോ മുത്തച്ഛ. നീ എന്നെ മുത്തച്ഛാന്ന് വിളിച്ച് സോപ്പിടൊന്നും വേണ്ട. ഞാൻ നിന്റെ സുഖുപ്പീര് വർത്താനം കേൾക്കാനല്ല വിളിച്ചത്. കാശിന്റെ കാര്യം എന്തായി അത് പറയടാ ആദ്യം. അർത്ഥ കൈക്ക് ഉപ്പ് തയ്ക്കാത്ത പലിശക്കാരെ പോലെ സംസാരിക്കരുത്. ഞാൻ എത്രയും പെട്ടെന്ന് തരാം. ഞാൻ അല്പം ടൈറ്റില്ല, കച്ചവടം വലുതായിട്ടില്ല. സീതയുടെ ഡേറ്റും എടുത്തു വന്നിരിക്കുന്നു. ഇനി അതിന് പൈസ ഉണ്ടാക്കണം. മൊത്തത്തിൽ കിടന്ന് ഓടുവാ ഞാൻ. അത് കൊള്ളാം. നിന്റെ ആദ്യ ഭാര്യയുടെ പേരിന്റെ കാര്യമാണോ നീ എന്നോട് പറയുന്നത്? അത് എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ കൊച്ചിന്റെ നീ വാങ്ങിച്ച കാശാ ഞാൻ ചോദിക്കുന്നത്. അതിങ്ങ് തിരിച്ചു തന്നാ മതി. അല്ലാതെ നിന്റെ വാചകമൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ തരാം, പലിശ സഹിതം തരാം. എനിക്കല്പം സാവകാശം തരണം. ഒരു സാവകാശവും ഇല്ല. അന്ന് വഴി തടഞ്ഞു നിർത്തി പറഞ്ഞ കണക്കായിരിക്കത്തില്ല ഇനി. ദേഹത്ത് മണ്ണ് പറ്റുമേ. അങ്ങനെ ഭീഷണിയൊന്നും വേണ്ട. ഈ ലോകത്ത് എനിക്കും ജീവിക്കണ്ടേ? ഞാൻ നിങ്ങളുടെ കൈ നീട്ടി ഇറന്നു വാങ്ങിച്ച പൈസയൊന്നും അല്ലല്ലോ. എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ ചോദിക്കാതെ തന്നെ ഇന്ദു എന്നെ സഹായിച്ചതാ. അതിനെനിക്ക് ഇന്ദുവിനോട് നന്ദിയുണ്ട്, ഒരുപാട്. ആ പൈസ തിരിച്ചു തരണമെന്നും അറിയാം. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കരുത്. വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പറ്റുമോ? വെള്ളമില്ലാത്തടത്ത് പോലും മുങ്ങാൻ കഴിവുള്ള ഒരു പെരും കള്ളനാണ് നീ എന്ന് ഞങ്ങൾക്ക് അറിയാമടാ. അതുകൊണ്ട് തന്നെയാ പിറകെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിന്നോടൊരു കാര്യം കൃത്യമായി പറഞ്ഞേക്കാം. ഏറി വന്നാൽ നിനക്ക് ഒരാഴ്ചത്തെ സമയം തരും. അതിനകത്ത് എന്റെ കാശ് തിരിച്ചു തന്നോളാം. നിനക്കറിയില്ല ഈ പത്മലോചനും പപ്പുവാശാനെ. എന്നോടടഞ്ഞാലേ അക്ഷരം പഠിപ്പിക്കുന്ന മാഷല്ല ഞാൻ, അടിതറ പഠിപ്പിക്കുന്ന ഒരു അഭ്യാസിയാകും ഞാൻ. മര്യാദയ്ക്ക് എന്റെ കാശ് ഇവിടെ കൊണ്ട് തന്നിരിക്കണം. ഒരേ ഒരാഴ്ച. അതിനകത്ത് നീ പൈസ എന്റെ കൊച്ചിന്റെ കാൽക്കൽ കൊണ്ടുവച്ച് മാപ്പ് പറഞ്ഞു വെക്കോണം. അവള് നാക്കിട്ടരച്ചുണ്ടാക്കിയ കാശ് അത് നിന്നെ കൊണ്ട് തീറ്റിക്കില്ല. നിങ്ങളുടെ കാശ് കൊണ്ട് കൊട്ടാരം കെട്ടാന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ കാശ് തരാം, പക്ഷെ അത് ഈ ഒരാഴ്ചക്കകം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, എനിക്കൊരല്പം സാവകാശം എന്താ. നിന്റെ വയലോരം വീട്ടിൽ വന്നിരിക്കും ആളുകള്. വേണമെങ്കിൽ കൊടിയും പിടിച്ചിരിക്കും.
നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിരിക്കും. നീ കണ്ടോ? ബാലേട്ടാ, എന്താടാ റോട്ടിൽ? എനിക്ക് ബാലേട്ടനോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താടാ? എന്താടാ ഇവിടെ വെച്ച് പറയാനുള്ളത്? വീട്ടിൽ വെച്ച് പറയാമായിരുന്നില്ലേ? അത് ശരിയാവില്ല ബാലേട്ട. കണ്ണും കാതും തുറന്നു പിടിച്ച് മതികല എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാവും. അവളുടെ മുമ്പിൽ ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഒരു നല്ല ഭർത്താവായിട്ട്. അത് പൊളിയാൻ പാടില്ല. അതിങ്ങനെ മുമ്പോട്ട് പോയാലേ കാര്യങ്ങൾ കൂടുതൽ അവളിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് പറ്റൂ. രവി, അന്ന് ഞാൻ നമ്മുടെ അമ്മയുടെ മരണത്തിന് പിന്നിൽ മതികലയ്ക്കുള്ള പങ്കിനെപ്പറ്റി പറഞ്ഞില്ലായിരുന്നോ? അത് മാത്രമല്ല ബാലേട്ട, നമ്മളറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കഥകളുണ്ട്, നമ്മളറിയാത്ത വേറെ എന്തൊക്കെയോ ഉണ്ട്. എന്താടാ? ഞാനന്ന് ബാലേട്ടനോടൊന്നും വിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. സീതയെടുത്ത് ഇവിടുന്ന് 3 മാസം കാണാതായതിന് പിന്നിലും എൻ്റെ ഭാര്യ. നിന്റെ ഭാര്യയോ? മതികല തന്നെ. അവളും സീതയെടുത്തിയും തമ്മിലുണ്ടായ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സീതയെടുത്തിക്ക് പരിക്ക് പറ്റി. അങ്ങനെയാണ് സീതയെടുത്തി 3 മാസം ആശുപത്രി കിടക്കേണ്ടി വന്നതും മനസ്സുജൻ സീതയെടുത്തി പരിചരിക്കേണ്ടി വന്നതും. ആ കാര്യങ്ങളാണ് സീതയെടുത്തിയെ മനസ്സുജനെയും ചേർത്ത് കഥകളാക്കി അവള് നമ്മുടെ എല്ലാം മുന്നിൽ ഇട്ടു തന്നത്. എന്തൊക്കെയാടാ നീ പറയുന്നത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു പെണ്ണിനും ചെയ്യാൻ പറ്റാത്തതൊക്കെ അവള് ചെയ്യും. അതാണ് മതികല. ഇപ്പോഴേ അവളൊരു പുതിയ കാര്യം എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് കാര്യം? അവൾക്ക് വീട് ഭാഗം വെച്ച് കിട്ടണം. അല്ലെങ്കിലേ വീട്ടിലെ ഇളയവനായതുകൊണ്ട് എനിക്ക് മുഴുവൻ അവകാശവും എഴുതി കിട്ടണമെന്ന്. ബാലേട്ടനും സീതയെടുത്തിക്കും ഒക്കെ വേണ്ടത് എന്താന്ന് വെച്ചാ അത് അവളങ്ങ് തന്നേക്കാവുന്നു. അതെങ്ങനെ ശരിയാവും? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ 3 പേരും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. അവരിപ്പോ ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ ബാക്കി നിൽക്കുന്നില്ലടാ. അതൊക്കെ മറന്ന് നമ്മുടെ വയലോരം വീട് 2ആയിട്ട് വെട്ടിക്കീറാൻ പറ്റുമോ? ഇപ്പൊ തന്നെ 2 അടുക്കളയാ. അതിൽ തന്നെ ഒരുപാട് വേദനിച്ചിട്ടാണ് നമ്മുടെ അമ്മ പോയത്. ഇനി അവരുടെ ആത്മാവിനെ കൂടി വേദനിപ്പിക്കാൻ ഇങ്ങനെ ഒരു കാര്യം കൂടി വേണോടാ രവി? മുൻപായിരുന്നെങ്കിൽ ഞാൻ ബാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് തർക്കുത്തരം കൊണ്ട് മറുപടി പറഞ്ഞേനെ. പക്ഷേ ഇപ്പൊ എനിക്കറിയാം, കാര്യങ്ങൾ എന്റെ കയ്യിൽ നിൽക്കുന്നതിലും അപ്പുറത്തേക്കാണ് പോകുന്നത്. ഒന്നെങ്കിൽ മതികലയെ ഞാൻ ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ അവളെ അടിച്ചു പദം വരുത്തി ഒരു മൂലക്കിടണം. ഇത് രണ്ടും നിന്റെ ജീവിതം കളഞ്ഞുകൊണ്ടുള്ള കളിയാ. അല്ല, നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എന്തിനാടാ ഒരു ജീവിതം? മതികലയെ എങ്ങനെയെങ്കിലും ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ബാലേട്ടന് തോന്നുന്നുണ്ടോ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുന്ന മനസ്സുള്ളവളാണ് മതികലയെന്ന്? ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. അവളുടെ മനസ്സിലുള്ളത് എല്ലാവരോടുള്ള പകയാണ്. അവളുടെ സ്വന്തം അച്ഛനോട് പോലുമുള്ള പക. സ്വന്തം അച്ഛനോട് അവൾക്ക് എന്താടാ ഇത്ര പക? അതിന്റെ കൃത്യമായ കാരണം എന്നോടും പറഞ്ഞിട്ടില്ല. 5-ാം വയസ്സിൽ അവളെ ബോർഡിംഗ് സ്കൂളിലാക്കിയത് മുതലുള്ള പകയാ അവൾക്ക്. അച്ഛൻ അവളെ എന്തോ കൊല്ലാൻ നോക്കിയെന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതിന്റെ കഥകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയത്തില്ല.
എന്റെ മുന്നിൽ ഇപ്പോഴുള്ളത് വേറൊരു ലക്ഷ്യമാണ്. എനിക്ക് വേറൊരു ജോലി വേണം. വിദ്യാഭ്യാസ യോഗ്യതയും വൈറ്റ് കോളർ ജോബൊന്നും ഞാൻ നോക്കുന്നില്ല. എന്റെ ഭാര്യയുടെ മുമ്പിൽ നട്ടല് നിവർത്തി നിൽക്കാൻ എന്റെ പോക്കറ്റിൽ ഞാൻ അധ്വാനിച്ച കുറച്ച് കാശ് വേണം. അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ. നന്നായിടാ. കുറച്ച് വൈകിട്ടാണെങ്കിലും നല്ല തോന്നലുകൾ നിനക്കുണ്ടായല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബാലേട്ട, ഇനി എല്ലാം നല്ലതായിട്ട് വരും. എല്ലാത്തിനും മാറ്റം വരും. നീ കുറച്ച് മാറുന്നു തോന്നുമ്പോൾ തന്നെ മതികലയ്ക്ക് കുറച്ച് അങ്കലാപ്പ് തോന്നും. അവക്ക് വയലോരത്ത് നിൽക്കണമെങ്കിൽ നിന്നെ അനുസരിക്കേണ്ടി വരും. അപ്പോ അവൾ നിന്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങും, നിന്നെ അനുസരിക്കാൻ തുടങ്ങും. ആണുങ്ങൾ അയയുന്നിടത്താ പെണ്ണുങ്ങൾ പിടിമുറുക്കുന്നത്. അതിന് സാധാരണ ഒരു പെണ്ണല്ലല്ലോ മതികല. അവളും അവളുടെ അമ്മയും കൂടി ചേർന്നാൽ ലോകനാശമല്ലേ. അവളുടെ അമ്മയ്ക്ക് ഭ്രാന്തായിട്ട് പോലും അവൾക്കൊരു ചേഞ്ചും ഇല്ല എന്നുള്ളത് കണ്ടില്ലേ? എന്തായിടാ അവളുടെ അമ്മയുടെ കാര്യം? ഇടയ്ക്കിടയ്ക്ക് വട്ടുവരും, പിന്നെ അതങ്ങ് പോവും. ഇന്നിപ്പോ ഏതോ പുതിയ ഡോക്ടറെ കാണിക്കാൻ അവൾ പോകുന്നുവെന്ന് പറയുന്നത് കേട്ടു. രവി, നീ ആരെയും വെറുപ്പിക്കരുത്. അവരുടെ ഒരേ ഒരു മരുമോനാ നീ. നിനക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് നീ അവരുടെ ഒപ്പം നിൽക്കണം. ശത്രുക്കളെപ്പോലും സ്നേഹിക്കാനാ നമ്മുടെ അച്ഛനും അമ്മയും നമ്മെ പഠിപ്പിച്ചത്. പിന്നെ വീട് ഭാഗം വയ്ക്കുന്ന കാര്യം മതികല പറഞ്ഞ നിനക്ക് സമ്മതമാണെന്ന് തന്നെ പറ. നിന്നോട് അവൾക്ക് ദേഷ്യം തോന്നണ്ട. ഞാനാണ് എതിർക്കുന്നതെന്ന് പറ. മൂത്ത മകനെന്ന നിലയിൽ എതിർക്കാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. ഞാൻ എല്ലാത്തിനും ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നത് മതികലയ്ക്ക് തോന്നട്ടെ. അങ്ങനെ വരുമ്പോ എന്നോട് മാത്രം അവൾക്ക് ദേഷ്യം തോന്നും. വൈരാഗ്യം തോന്നിയാൽ എന്തിനും മടിക്കാത്തവൾ അവള്. അത് സാരമില്ലടാ. അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളുടെ തീച്ചുള്ളയല്ല ഞാൻ. അതിൻ്റെ ഇടയിൽ ഇതുകൂടി. എന്തായാലും അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ് വെട്ടിമുറിക്കാൻ എനിക്ക് സമ്മതമല്ലെന്ന് പറ. പിന്നെ എൻ്റെ നിന്റെ അവകാശം മാത്രം പോരല്ലോ. ഈ വീടും പറമ്പും എന്ത് ചെയ്യണമെങ്കിലും കുട്ടിമണിയുടെ അനുമതി കൂടി വേണം. ബുദ്ധിയില്ലെങ്കിലും അവളും തുല്യ അവകാശിയല്ലേ. മാത്രമല്ല അപ്പച്ചിയമ്മയുടെ പേരിൽ എഴുതി വെച്ച ഒരവകാശപത്രം വേറെയുണ്ട്. അപ്പച്ചിയമ്മയ്ക്കുള്ള അവകാശം അത് അച്ഛൻ എഴുതി കൊടുത്തതാ. ഇതൊക്കെ പറഞ്ഞ് ഞാൻ തടസ്സമായിട്ട് നിൽക്കുന്നെന്ന് പറ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. വേറൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല ബാലേട്ട. സീതയെടുത്തി അവളെ ആശുപത്രി വിട്ടിട്ടാ വരുന്നത്. ഏതോ ഒരു കൂട്ടുകാരിയെ കൂടി കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് വരും. എന്നാ ശരി ബാലേട്ട, വയ്ക്കോ. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാത്തിനും ഞാനാണ് തടസ്സം. അങ്ങനെ പറഞ്ഞാൽ മതി. കേട്ടല്ലോ? ശരി. പോട്ടെടാ. എടാ എടാ കൊരങ്ങ, നീ നന്നായിട്ടല്ലല്ലോ ഓടിക്കുന്നേ. ആണ് മേഡം. ഇങ്ങനെ ഓടിക്കാൻ. എന്റെ പൊന്നു ജലജ, നീ ഒന്നും മിണ്ടാതിരിക്കേ. ഈ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ചു കേറില്ലേ? ജലജയോ? ഞാൻ മതികലയാ. രവിയേട്ടന്റെ മതികല. ഇവളുടെ കാര്യം. രവിയേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ ഇയാളെ കാർ ഓടിക്കാൻ പഠിപ്പിക്കല്ലേ? അല്ലേടാ ഡ്രൈവറെ? ജലജ, അയ്യോ ഇതെന്ത് കഷ്ടമാ സാറേ. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെയാണെങ്കിൽ ആശുപത്രി എത്തുന്ന മുമ്പേ എന്നെ മോർച്ചറി വെക്കേണ്ടി വരും. ഇതിന് മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ ഇതിന്റെ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുപോകും. പറഞ്ഞ കേട്ടോ? എന്നോട് പിണങ്ങല്ലേ രവിയേട്ടാ? ഇന്നലെ വരെ മേഡത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ ഇന്നെന്ത് പറ്റി? എന്താണെന്ന് ആർക്കറിയാം. ഇത് വന്നും പോയി നിൽക്കുന്ന സുഖമില്ലേ? ഇതിപ്പോ ഇന്ന് വെളുപ്പിന് മുതൽ തുടങ്ങിയതാ. അത് ആശുപത്രി കൊണ്ടുവന്ന് വെച്ചത്. എന്നെ കുറ്റം പറയാണോ? രവിയേട്ടാ, ഞാനൊരു പാട്ട് പാടട്ടെ? കുട്ടിമണി പാടുന്ന പോലത്തെ പാട്ട്. യോ, ഒന്നും വേണ്ടായേ. നീ അടങ്ങി ഒതുങ്ങി വണ്ടി ഇരുന്നാ മതി. നീ ആശുപത്രി എത്തുന്നവരെ ഒന്ന് അടങ്ങ്. അവിടെ എത്തിയാലേ ഡോക്ടർ നിനക്ക് ഗുളിക തരും. അതോടെ നിന്റെ അസുഖം മാറും. എനിക്ക് ഗുളികയൊന്നും വേണ്ട. എനിക്ക് മുട്ടായി മതി. മുട്ടായി കഴിച്ചാൽ എന്റെ അസുഖം ഒക്കെ മാറും. ഗുളിക തന്നാ ഞാൻ തുപ്പിക്കളയും. നോക്കിക്കോ. മുട്ടായി എങ്കിൽ മുട്ടായി എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. നീ ഒന്ന് അടങ്ങിയിരിക്കേ. അടങ്ങിയിരിക്കാം. ആരെവിടെ? എന്റെ രഥം മുന്നോട്ട് പോട്ടെ. അവക്കിത് കാറല്ല, തേര്. രഥം. തേര് തെളിക്കുന്നതിന് ഉപദ്രവിക്കാതിരുന്നാ മതി. ഞാൻ ഒതുങ്ങിയിരുന്ന് ഓടിച്ചോളാം. പോ. കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത
കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത കുലുക്കി തക്കത്തി കുലുക്കി തക്കത്തി കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത കുലുക്കി തക്കത്ത കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത കുലുക്കി തക്കത്ത കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത കുലുക്കി തക്കത്തി കുലുക്കി തക്കത്തി കുലുക്കി തക്കത്തി കുലുക്കി തക്കത്ത. ആ, ഇനി ഞാനൊരു ഡാൻസ് കളിക്കട്ടെ? എന്റെ പൊന്ന് ജലജ, നീ ഒന്നും മിണ്ടാതിരിക്ക്. നീ വണ്ടി ചവിട്ടി പൊളിച്ച് കളയല്ലേ. നീ ഒന്ന് അടങ്ങിയിരിക്കേ. അടങ്ങിയിരുന്നാലേ തിരിച്ചു വരുമ്പോ ഞാൻ നിനക്കൊരു പുതിയ സാരി വാങ്ങിച്ചു തരാം. എനിക്ക് സാരി ഒന്നും വേണ്ട. സാരി ഉടുക്കാനുള്ള പ്രായം ഒന്നും എനിക്ക് ആയിട്ടില്ല. എനിക്ക് നല്ലൊരു ഫ്രോക്ക് മതി. നല്ല ഫ്രില്ലൊക്കെ വെച്ച നല്ലൊരു ഫ്രോക്ക്. പിന്നെ ഒരു മിഡിയും ടോപ്പും. ഓ, മിഡിയും ടോപ്പ് ഇടാനുള്ള പ്രായമാണല്ലോ. ഞാൻ കുട്ടിയല്ലേ രവിയേട്ടാ. സാരി ഉടുക്കാറാവുമ്പോ രവിയേട്ട നല്ലൊരു മന്ത്രകൊടിപ്പട വാങ്ങിച്ചെന്നാ മതി. ഓ, എന്ത് കുന്തം വേണമെങ്കിലും വാങ്ങിച്ചു തരാം. നീ ഒന്ന് മര്യാദ അടങ്ങിയിരിക്കും. ജലജ, നീ എന്തായി കാണിക്കുന്നേ? ഡോറ് തുറക്കുന്നോ? എന്തിനാ ഡോറ് തുറക്കുന്നേ? എനിക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയാ. ഡോറ് തുറന്നു വെച്ച നല്ല കാറ്റ് കിട്ടത്തില്ലേ? കാറ്റ് കിട്ടാനാ AC ഓഫ് ചെയ്തിട്ട് വിൻഡോ ഗ്ലാസ് താഴ്ത്തി വെച്ചിരിക്കുന്നത്. അതിൽ കൂടെ കിട്ടുന്ന കാറ്റ് മതി. കൂടുതൽ കാറ്റ് കിട്ടാനേ ഡോറ് തുറന്നാൽ നിന്റെ കാറ്റ് പോവും എന്നേക്കുമായിട്ട്. ഒരു കട. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്താ? എന്തിനാ വണ്ടി നിർത്തുന്നേ? ദേ, ഓറഞ്ച്, ആപ്പിള്, മുന്തിരി എല്ലാം ഉണ്ട്. എനിക്ക് വേണം, എനിക്ക് ഇപ്പൊ വേണം. വണ്ടി നിർത്ത്. വണ്ടി നിർത്തടാ. ഇത് വലിയ ശല്യമായല്ലോ. നിർത്തടാ തേര്. എനിക്ക് ഓറഞ്ച് ആപ്പിളും ഒക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? മഹാറാണി ഇനി ഇവിടുന്ന് പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചിട്ടേ മുന്നോട്ടുള്ളൂ. വണ്ടി നിർത്ത്. നിർത്തടാ, നിർത്താൻ. ജലജ, സൂക്ഷിച്ച്. വണ്ടി. ഹായ്, ആപ്പിൾ, ഓറഞ്ച്, ഓറഞ്ച്. അതിന്ന്. അയ്യോ, എന്താ ഇത്? പേരയ്ക്ക. അതെ, എന്താ ചേച്ചി ഈ കാണിക്കുന്നേ? വേണ്ട എന്നാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തരാം ചേച്ചി. ചേച്ചിയോ? ആരാണ് നിന്റെ ചേച്ചി? ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ നോക്കി ചേച്ചിന്ന് വിളിക്കുന്നോ? വിളിക്കണ മോളൂട്ടിന്ന്. മോളൂട്ടിയോ? ഞാൻ മോളൂട്ടിയാ. മോളൂട്ടി. വിളിക്ക് മോളൂട്ടിന്ന്. നിന്നോട് വണ്ടി കയറാനാ പറഞ്ഞത്. ഇത് മൊത്തം എനിക്ക് വേണം. മേടിച്ചതാ. സാറേ, എന്താ സാറേ ഇത്? എന്തെങ്കിലും കുഴപ്പം പിടിച്ച കേസാണോ? ഇതൊരല്പം കുഴപ്പമുള്ള കേസാ. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാ. ജലജ, അങ്ങനെ വേണോ? എന്തുവാടാ ഇത്? വട്ടുപിടിച്ചെനിക്ക് നട റോഡിലാണോ കൊണ്ടു നിർത്തുന്നത്? കൊണ്ടുപോയി ചങ്ങലിക്കിടറോ? നിനക്ക് കിട്ടിയത് പോരല്ലേ? ഇനി തരാം. അയ്യോ സാറേ, എന്റെ പൊന്ന് ജലജ, നീ ഒന്ന് വന്ന് വണ്ടി കയറി. നിനക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരാം. എനിക്ക് 10 കിലോ ഓറഞ്ചും 10 കിലോ ആപ്പിളും 150 കിലോ മുന്തിരിയും വേണം. അത്രയും മതിയോ? ഒരാന കൊടുക്കാൻ വേണ്ടല്ലോ അത്രയും. ഞാനേ ആനേക്കാൾ ശക്തിയുള്ള ആളാണെന്ന് അറിയാലോ നിങ്ങൾക്ക്. ഓ, അറിയാം. ഇത് പിടിക്ക്. സഹോദര, കുറച്ച് ആപ്പിളും ഓറഞ്ചും പൊതിഞ്ഞും എടുത്തോ. ആ പോയതിന്റെ കാശ് കൂടി സാർ എനിക്ക് തരണം. ഓ, തരാം. എങ്ങനെങ്കിലും ഇവിടുന്ന് പോയാ മതി ഞങ്ങൾക്ക്. ശരി സാർ. നോക്കി നിൽക്കാതെ നീയും കൂടി ഇങ്ങോട്ട് വാ. എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അയ്യോ സാറേ, സാറേ, ആരോട് ചോദിച്ചിട്ടാണ് നീ രഥത്തിൽ ഇറങ്ങി വന്നത്? ആരോട് ചോദിച്ചിട്ടാണെന്ന്? പോടാ. എന്റെ പൊന്നു ജലജ, മതിയാക്ക് ഭ്രാന്ത്. നീ വന്ന് വണ്ടി കയറി വാ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാനേ ഒരാപ്പിളും ഒരു ഓറഞ്ചും തിന്നിട്ട് ബാക്കി പൊതിഞ്ഞെടുത്ത് തേരിൽ കയറാം. സാറേ, എടുക്കട്ടെ സാറേ. എടോ, ഒന്ന് എടുക്കടോ. എന്നാലേ ഇവിടുന്ന് പോവാൻ പറ്റൂ. കണ്ടില്ലേ കാണിക്കുന്നോക്കെ. അപ്പിളെവിടെ? എനിക്ക് മുന്തിരി വേണം, മുന്തിരി വേണം. പിന്നെ അവിടെ ഇരിക്കുന്ന വലിയ തണ്ണിമത്തനും. എന്തിനാ തണ്ണിമത്തൻ? അതൊരെണ്ണം കഴിച്ചാ എന്റെ വിശപ്പ് മുഴുവൻ മാറും. ദൈവമേ, ഇതൊരു കൂടി ഇനം തന്നെ. ഇത് എങ്ങനെയാ സാറേ പറ്റിയത്? എന്തായാലും ഭക്ഷണം കൊടുക്കാഞ്ഞിട്ടല്ലാന്ന് ഇവളെ ശരീരം കണ്ടാ അറിയാലോ. ഒന്ന് തലയടിച്ച് വീണതാ. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആയിപ്പോയി. അയ്യോ പാവം. സാറേ, എല്ലാ ദിവസവും ഇതിലേ വരുമോ? എന്തിനാ? നിനക്ക് കച്ചവടം കൂട്ടാനോ? ഇതേ ഞാൻ വെച്ചോളാം. നിങ്ങളെ കാശ് കൊടുത്തിട്ട് വന്നാ മതി. എത്രയാടോ? എത്രയായി? അല്ല സാറേ,
സാറിനെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലാന്ന് തോന്നുന്നല്ലോ. എന്താ വലിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് അസുഖം വരത്തില്ലേ? നീ കാശ് എത്രയെന്ന് പറഞ്ഞാൽ മതി. ഇറങ്ങടാ എന്റെ തേരിന്ന്. ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങടോ. ഇറങ്ങി പോകാൻ ഇറങ്ങ്. മഹാറാണിക്ക് ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യാനുണ്ട്. പോടാ. ഈ ഭ്രാന്ത് പിടിച്ച എനിക്കെന്തിനാ മൊബൈൽ ഫോൺ എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ ജലജകുമാരിക്ക് ഇതിന്റെ ആവശ്യമുണ്ടല്ലോ.